ICC ചാമ്പ്യൻസ് ട്രോഫി അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. മാർച്ച് 9 നടക്കാനിരിക്കുന്ന ഫൈനൽ പോരാട്ടം മാത്രമാണ് ഇനി ചാമ്പ്യൻഷിപ്പിൽ ബാക്കിയുള്ളത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് ടൂർണമെന്റിലെ അവസാന അംഗം. മാർച്ച് 4 നടന്ന ആദ്യ സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ തകർത്താണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ദുബായിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ വിജയം. 98 പന്തിൽ 84 റൺസ് എടുത്ത സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. ഓസീസിനെതിരെയുള്ള വിജയത്തോടെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലും ഒരു ടീമിനെ ഫൈനലിലെത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരുന്നു. അതേസമയം ടൂർണമെന്റിലെ രോഹിത്തിന്റെ ഫോമിൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ 107.21 സ്ട്രൈക്ക് റേറ്റിൽ 104 റൺസാണ് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. ബംഗ്ലാദേശിനെതിരെ നേടിയ 41 റൺസാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ ടൂർണമെന്റിലെ ഉയർന്ന സ്കോർ. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയെ പിന്തുണച്ച് സംസാരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ ഫാസ്റ്റ് ബോളർ വഹാബ് റിയാസ്. രോഹിത് ശർമ്മ ടീമിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നും അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യൻ ടീമിൽ ഒരുപാട് മാറ്റമുണ്ടായി എന്നും മുൻ താരം പറഞ്ഞു. ഇന്ത്യ തുടർച്ചയായി ICC ടൂർണമെന്റുകളിൽ ഫൈനൽ കളിക്കുന്നതിന്റെ എല്ലാ ക്രെഡിറ്റും രോഹിത് ശർമ്മയ്ക്കാണ് എന്നും റിയാസ് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ വ്യക്തിഗത നേട്ടത്തെക്കാൾ ടീമിനാണ് പ്രാധാന്യം കൊടുത്തത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇന്ത്യൻ ടീം ഒരുപാട് മാറി. ICC ടൂർണമെന്റുകളിൽ ഫൈനലുകളിൽ ഇന്ത്യ തുടർച്ചയായി കളിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതിന്റെ എല്ലാ ക്രെഡിറ്റും രോഹിത് ശർമ്മയ്ക്കാണ് എന്ന് വഹാബ് റിയാസ് പറഞ്ഞു. കൂടാതെ രോഹിത്തിന്റെ അഗ്രസീവ് കളി രീതിയെയും റിയാസ് പ്രശംസിച്ചു. ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. അദ്ദേഹം ഒരു പുതിയ ബ്രാൻഡ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. കളിക്കാരോട് തന്നെ പിന്തുടരാൻ പറഞ്ഞു. ഒരു ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹതാരങ്ങളും അതേ ശൈലി സ്വീകരിക്കുമെന്ന് റിയാസ് കൂട്ടിച്ചേർത്തു.